Day 5. അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഇൻ മെൽബൺ. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു 3:30 സമയം. അതുകൊണ്ട് ഇന്ന് നമ്മൾ നന്നായിട്ട് ഉറങ്ങി, കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത്. ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പം അങ്ങനെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് അത്രയും കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഹംഗ്രി ജാക്സിന്ന് ബർഗറൊക്കെ കഴിച്ച് ന്യൂ ഇയറിൽ ഫസ്റ്റ് എന്താ പറയുക ഫുഡ് തന്നെ ഫാസ്റ്റ് ഫുഡാണ്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഒന്ന് പോയി ടച്ച് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് പോവുക, ഡ്രൈവ്. നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പോവുക, കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക. നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നാൽ മതിയല്ലോ. ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നാലും മതി. അപ്പോൾ 1 hour ആണ് ഇവിടുന്ന് കാണിക്കുന്നത്. സോ വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഫിനിഷിങ് അവർ ഫുഡ് ആൻഡ് എവറിത്തിങ്. സോ യെസ്, അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞങ്ങൾ കുറേ നാളായിട്ട് അപ്പേനെയൊക്കെ വിളിക്കുമ്പം ചെന്നൈയിലോട്ടൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ജെലോങ്ങിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ അവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ചെന്നൈയിൽ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഓക്കെ നിങ്ങളവിടെ ചെല്ലുമ്പം വീഡിയോ കോൾ ചെയ്യണം, കുറേ വീഡിയോസ് എടുത്ത് അയക്കണം എന്നൊക്കെ. കാരണം അപ്പയുടെ രീതിയിലുള്ള യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ ജെലോങ് പോവുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് അയക്കണമെന്ന്. അപ്പോൾ അത് ഞാനും ഹൊസാനയും കൂടെ പറയുമായിരുന്നു. Cool. Wow, look at the architecture. Wow, oh my god, look how big it is. ജിലോങ്ങിലുള്ള ഒരു ചേർച്ചാണ് കേട്ടോ, സെൻറ്റ് മേരീസ് ചേർച്ച് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾ ദൂരേന്ന് ഇതിൻ്റെ മുകളിലുള്ള കുരിശും എല്ലാം കണ്ടു. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ്. അയ്യോ, അത് ഫ്രണ്ടിൽ നിന്ന് കാണാം കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. അപ്പം ഞങ്ങൾ ഓർത്തു ഇവിടെ വന്ന് ഒന്ന് കാണാമെന്ന്, ഉള്ളിൽ കയറാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കാറ്റും അത്യാവശ്യം വെയിലും ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര ചൂടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാറ്റാണ്. നിങ്ങൾക്ക് എന്നെ കേൾക്കാമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ഞങ്ങൾ ഉള്ളിലോട്ടൊന്ന് പോകാൻ നോക്കാം കേട്ടോ. ദ പാരിഷ് ഓഫ് സെൻറ്റ് മേരി ഓഫ് ദ ഏഞ്ചൽസ് ജെലോങ്. ഭയങ്കര രസമുള്ള പള്ളിയാണേ, കാണിച്ചു. ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ആക്ച്വലി നമ്മൾ കാറ് ബാക്കിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു പള്ളിയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ, ഭയങ്കര. അയ്യോ, അത് നോക്ക് എൻ്റെ അമ്മേ, എങ്ങനെയാ പണിത് വെച്ചേക്കണല്ലേ. ആ ഫ്രണ്ട് ഡോറൊക്കെ നോക്ക്. അയ്യോ, ഇത് എത്ര വർഷം പഴക്കമുള്ളതെന്ന് നിങ്ങൾ കണ്ടോ? 1842. എൻ്റെ അമ്മേ, പക്ഷെ നല്ല രസമുണ്ട്. അതിൻ്റേതായൊരു ഭംഗിയുണ്ട് പള്ളി കാണാൻ. രക്ഷയില്ലാത്ത പള്ളിയാണ് കേട്ടോ, എൻ്റെ അമ്മേ.
അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു. നമുക്ക് അകത്ത് കയറാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. കാരണം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ അത് അകത്ത് കയറാനായിട്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ. ഡോറൊന്നും തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ ആൾക്കാർ അതിലേക്ക് നടന്നു പോകുന്നതെല്ലാം കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി നമുക്ക് അകത്ത് കയറാൻ പറ്റുമെന്ന്. Feels like it's always happening beach. It's like GTA, right? It's like a GTA beach. Hey, idella irukku pine trees alla. Ama. I like it. Geelong. Pirate ship irukara. നല്ല രസമുണ്ട് കാണാനേ. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം കാണുന്ന ഒരു ബീച്ചാണ് കേട്ടോ അവിടെ. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാനും ഒത്തിരി തണുപ്പൊന്നുമില്ല, അങ്ങനെ എന്നാൽ ചൂടും ഒട്ടുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ ജിലോങ്ങിൽ നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്തൊന്ന് പോവാം എന്ന് വിചാരിച്ചു. അവിടേക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പോൾ അതിനകത്ത് പോയി അവിടെ എന്താ സംഭവം ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. Ace parking. Entry by card. Ace parking. Account holders stop here. To come ticketless park. സോ ഞങ്ങളിവിടെ ജലോങ്ങിൽ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ജലോങ് ഒന്ന് കുറച്ച് നന്നായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നല്ല സ്ഥലമാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര, അതായത് നമുക്ക് ഇപ്പോൾ ക്യാൻബറയിൽ ഒന്ന് മാറി ഒരിടത്ത് പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ, അതായത് താമസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബീച്ചും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ജലോങ് ഇസ് എ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റേ. അപ്പോൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് നല്ല കുറേ അതോ ഇങ്ങനത്തെ ജെല്ലി ഫിഷ് ഉണ്ട്. ഭയങ്കര നല്ല സ്ഥലം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ നിർത്തി കാണും. നമ്മളിങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയൊക്കെ കാണുന്നത്. ഇവിടെ ഒരാൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരുപാട് പേര് ഫിഷിങ്ങിനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. മുതലാളി ജങ്ക ജഗ ജഗ പോലെയുണ്ടല്ലോ കേട്ടിട്ട്. എനിവേ, അപ്പോൾ ഇവിടെ ഫിഷിങ്ങിനൊക്കെ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നതുകൊണ്ട് സാധനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓൾറെഡി എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ക്യാൻബറയിൽ ബീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സോ അപ്പോൾ ക്യാൻബറയിൽ ബീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. നമ്മൾ ക്യാൻബറയിൽ നിൽക്കുമ്പോൾ ബീച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് ടു ട്രാവൽ ഓൾ ദ വേ ടു സിഡ്നി, എന്നിട്ടാണ് നമുക്കൊരു ബീച്ചിലൊക്കെ പോകാൻ പറ്റും. ഇത് ഭയങ്കര നല്ലൊരു സ്ഥലമായിട്ട് തോന്നി ഞങ്ങൾക്ക്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല ക്യാൻബറ പോലെ. ക്യാൻബറയിൽ ചൂടാകുമ്പോൾ ഭയങ്കര ചൂടാവും, തണുപ്പാകുമ്പോൾ ഭയങ്കര തണുപ്പാകും. അങ്ങനെയാണ്. അപ്പോൾ ചൂടായിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം സിഡ്നി പോയപ്പോഴും അത്യാവശ്യം നല്ല ചൂടായിരുന്നു. മെൽബൺ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചിൽ ക്ലൈമറ്റ്, ഇങ്ങനെ ചെറിയ നല്ലതായിട്ട് ഇങ്ങനെ കാറ്റ് വീശുന്നുണ്ട്, തണുപ്പുണ്ട്, അങ്ങനെയൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെയുള്ളത് കേട്ടോ ഇഷ്ടം. എനിക്ക് ചൂടിനേക്കാളും കുറച്ചും കൂടെ ഞാൻ തണുപ്പുള്ള ആളാണ്. ചൂടാവുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടുള്ളതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ സെറ്റിൽ ആയാലോ എന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, എല്ലാം ഓക്കെ ആണെങ്കിൽ അല്ലേ. അറിയില്ല എന്താണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോക്കാം. ഇത് അതർ സൈഡാണ് കേട്ടോ. ഫിസ് അപ്പോൾ അതൊരു നല്ല ഐഡിയ ആക്കേ. ഫിഷ് മാട്ടി കിച്ചണ ടക്ക് ടക്ക് ടക്ക്
പറയുന്ന ബെല്ലടിക്കുന്നത്. நம்ம இருக்கிறதுனால தான் பீப்புளுக்கு விஷ் கிடைக்குதுன்னு நினைக்கிறேன். എടാ അപ്പോൾ ജിലോങ്ങിൻ്റെ ബീച്ചിൽ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കി, പക്ഷെ അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ അധികം സമയം കളയാണ്ട് നമ്മൾ നേരെ പോയത് ഗ്രേറ്റ് ഓഷ്യൻ റോഡിലോട്ടാണ്. ഇത് 12 അപ്പോസൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റോൺസ് നിങ്ങൾ കാണാമല്ലോ, അതെല്ലാം ബ്രേക്കായി പോയതാണെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഹിസ്റ്ററി അവർ പറയുന്നത്. നമ്മൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണേലും വന്നിട്ടുണ്ട്, ഹൊസാന തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നെക്സ്റ്റ് ഇയർ ഒത്തിരി യാത്രയും കാര്യങ്ങളൊന്നും നടക്കില്ലാത്തതുകൊണ്ട് വൺ ഫൈനൽ ട്രിപ്പ് എന്താ പറയുക, ആസ് എ കപ്പിൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാം. ലൈവ് ഫോട്ടോസ് എടുത്താ എന്നോ മെമ്മറീസ് എടുക്കുന്നില്ല. ചിന്ത ഒരു ഈസി ഗോയിങ് ഡേ ആയിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയ ദിവസമല്ല. ഓൾറെഡി ലേറ്റ് ആയിരുന്നതുകൊണ്ട് നമ്മൾ പോകുന്ന പോലെ അങ്ങ് പോകാം എന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. എന്തായാലും നമ്മൾ തിരിച്ച് മെൽബണിലെത്തി. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത ഫുഡ്. വരുന്ന വഴിക്ക് ഒരു പുതിയ മന്തിക്കട ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടുന്ന് കുറച്ച് അടിപൊളി മന്തിയും പിന്നെ കുറച്ച് ഡെസേർട്ടും ഒക്കെ ഓർഡർ ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു.